കഴിഞ്ഞ 4 ദിവസമായി. കൃത്യമായി പറഞ്ഞാൽ മാള് തന്നെ ഐസുവിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ ആ ദിവസം മുതൽ തന്നോട് ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യം. ചോദിക്കാതെ തന്നെ താൻ അത് എന്നോട് ഷെയർ ചെയ്യുമെന്ന് കരുതി. പക്ഷെ അതുണ്ടായില്ല. ഹോസ്പിറ്റലിലെ സാഹചര്യം കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നിട്ടും അതേപ്പറ്റി ഒരു അക്ഷരം താൻ സംസാരിച്ചില്ല. ചോദിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴൊക്കെ വളരെ തന്ത്രപൂർവ്വം താൻ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അമ്പിമാമൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ സമാധാനിച്ചു. ഇപ്പം നമ്മൾ 3 പേര് മാത്രമേ ഈ വീട്ടിലുള്ളൂ. അപ്പം ഇങ്ങോട്ട് വരില്ല. അതുകൊണ്ട് നമുക്ക് തുറന്ന് സംസാരിക്കാം. പറയൂ ഗീത, എന്താ അപ്പൂന് ശരിക്കുള്ള പ്രശ്നം? അപ്പവും മാളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ക്യാമ്പസിൽ ചില മോശം കമൻറ്റുകൾ പ്രചരിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. തന്നോടത് ഞാൻ ഷെയർ ചെയ്യാതിരുന്നത് വെറുതെ തന്നെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയാണ്. മാള് സൂചിപ്പിച്ചത് അതിനെപ്പറ്റി എന്തെങ്കിലും ആണോ? നോ, അതൊന്നുമല്ല വി പി അപ്പുവിൻ്റെ യഥാർത്ഥ പ്രശ്നം. എല്ലാവരും സംശയിക്കും പോലെ അങ്ങനെ മോശപ്പെട്ട ഒരു റിലേഷനും അവരുടെ ഫ്രണ്ട്ഷിപ്പിലില്ല. മാളു എന്നോടത് സത്യം ചെയ്ത് പറഞ്ഞു. പിന്നെ എന്താ അവളുടെ യഥാർത്ഥ പ്രശ്നം? കമോൺ, ടെൽ മീ ഗീത, ഞാനത് അറിയണ്ടേ? പറയാം, എല്ലാം ഞാൻ പറയാം. ഇത്രയും ദിവസം ഞാൻ ഒഴിഞ്ഞു മാറി നടന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ വി പി എങ്ങനെയാവും റിയാക്ട് ചെയ്യാന്ന് പേടിച്ചിട്ടാ. ഗീത, കം ടു ദ പോയിന്റ്. എന്താ അപ്പൂൻ്റെ മാളുവിൻ്റെ പ്രോബ്ലം? പ്രോബ്ലം അപ്പൂൻ്റെതാ വി പി, അപ്പൂൻ്റെത് മാത്രം. അപ്പൂൻ്റെ മനസ്സിനാണ് പ്രശ്നം. എന്ന് വെച്ചാ? അവൾ, നമ്മുടെ അപ്പു, അവളൊരു ട്രാൻസ് പേഴ്സണാ. വാട്ട് യു മീൻ ഗീത? നീ തെളിച്ചു പറ. സത്യമാണ് വി പി. അപ്പു ആണായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാ. അത് അവളുടെ ഒരു വെറും ആഗ്രഹമല്ല, ഉറച്ച തീരുമാനമാ. അതാണ് അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നം. കുറച്ചുനാൾ മുമ്പാണ് അവൾ ഈ രഹസ്യം മാളുവിനോട് പോലും തുറന്നു പറഞ്ഞത്. കോളേജിൽ ആ ഇഷ്യൂ നടന്നില്ലേ, അന്ന് രാത്രിയിൽ ഹോട്ടൽ റൂമിൽ വച്ച്. അതിന്റെ ഷോക്കിലാണ് ഇപ്പോഴും മാളു. നമ്മുടെ അപ്പുവിനെ പറ്റിയാണോ? അവളൊരു ട്രാൻസ് പേഴ്സൺ ആണെന്നോ അപ്പുവോ? എന്നിട്ട് താൻ അതൊക്കെ വിശ്വസിച്ചോ? ശേ, ഒന്നുമില്ലടോ, അവള് നമ്മളെയൊക്കെ കളിപ്പിക്കുകയാണ്. അന്ന് അരുണിന്റെ കാര്യം പറഞ്ഞ് അവള് നമ്മളെയൊക്കെ കളിപ്പിച്ചില്ലേ? അതുപോലെ ഒരു നുണയാണിത്, പെരുന്നുണ. അതൊക്കെ വിശ്വസിക്കാൻ തന്നെ പോലൊരു മണ്ടിയും. നുണയല്ല വി പി, അത് സത്യവാ. എന്ത് സത്യം? എവിടെ സത്യം? ഒന്നുമില്ലടോ, ഞാൻ പ്രൂവ് ചെയ്ത് തരാം. എവിടെ അവള്? ഞാനൊന്ന് സംസാരിക്കട്ടെ അവള്. പ്ലീസ് വി പി, ഇപ്പൊ അവളോടൊന്നും ചോദിക്കരുത്. ഞാനാ പറയുന്നേ. ഒരു കുഞ്ഞ് നുണ പറയുന്നതും സത്യം പറയുന്നതും അതിന്റെ അമ്മയ്ക്ക് കേട്ടാ മനസ്സിലാവും. മാളു പറഞ്ഞത് സത്യമാണെന്ന് അപ്പു എന്നോട് സമ്മതിച്ചു കഴിഞ്ഞു. കുറച്ചു മുമ്പ് അവളുടെ മനസ്സെന്താണെന്ന് അവൾ എന്നോട് വ്യക്തമാക്കി കഴിഞ്ഞു. വി പി വിഷമിക്കണ്ട.
നമുക്ക് സാവകാശം അവളോട് സംസാരിക്കാം. ഞാൻ മാറ്റിയെടുത്തോളാം അവളെ. മാറ്റിയെടുത്തല്ലേ പറ്റൂ നമുക്ക്. അതിന് സമയവും സാവകാശവും വേണം. ഇങ്ങനെ തളർന്നു പോകല്ലേ വി പി. തോറ്റു പോകും നമ്മള്. വി പി കൂടെ ഉള്ളത് അതിന്റെ ധൈര്യം. നമ്മൾ വേണം അവളെ തിരിച്ചു കൊണ്ടുവരാൻ. സാരമില്ല, ഞാനല്ലേ പറയുന്നേ. എല്ലാം നമുക്ക് ശരിയാക്കാന്നേ. ഹലോ അപ്പു. ആ, നീ എന്തെടുക്കോ? ഞാനിവിടെ ഉണ്ട് അപ്പു. നീ എന്തിനാ വിളിച്ചത്? ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ വിചാരിച്ചതിലും വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കുറച്ചു മുമ്പ് അമ്മയോട് ഞാൻ എല്ലാം തുറന്ന് സംസാരിച്ചു. എന്നിട്ട് ആന്റി എന്ത് പറഞ്ഞു? എന്തു പറയും, പ്രതീക്ഷിച്ചതുപോലെ ഒരു യൂഷ്വൽ കമന്റ്. എല്ലാം എന്റെ തോന്നലാണെന്ന്. ആദ്യം എല്ലാവർക്കും അങ്ങനെയല്ലേ തോന്നും. പക്ഷെ എന്റെ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ അത് വി പിയോട് പ്രസന്റ് ചെയ്യാതിരിക്കില്ല. ഏത് നിമിഷവും ഞാൻ വി പിയുടെ ഒരു എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട്. ഏറിയാൽ ഇന്നോ നാളെയോ. അതിനപ്പുറം അച്ഛനത് എന്നോട് തുറന്നു ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അങ്കിളിനോട് നീ എന്തു പറയും അപ്പോ? എന്തു പറയാൻ? നിന്നോടും അമ്മയോടും പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് ആരോടും പറയാനില്ല. എന്റെ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. അപ്പോ നീ ഒന്നുകൂടെ ആലോചിച്ച്. നോ, ഇനി ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് വേഷം കെട്ടി മതിയായി തുടങ്ങി മാളോ. എത്രയും വേഗം ഒന്ന് ഫ്രീ ആവണം. എന്തായാലും ഒരു പൊട്ടിത്തെറി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതല്പം നേരത്തെ ആവുന്ന തന്നെയാ നല്ലത്. നീ വിചാരിച്ചതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയും വേഗത്തിലായത്. താങ്ക്സ് ബഡ്ഡി, എല്ലാത്തിനും. മാളു, അപ്പു ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി ഇല്ല മാളു? ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ആക്ച്വലി അവരുടെ പ്രശ്നം എന്തായിരുന്നു? എന്തായിരുന്നു അപ്പുവിന്റെ യഥാർത്ഥ പ്രശ്നമെന്ന് മോൾക്കറിയാം. മോള് ഞങ്ങളോട് പറയാത്തതാ, ശരിയല്ലേ? വേണ്ട വേണ്ട, ഇപ്പൊ ഞങ്ങളോട് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ മോളത് ഗീത ആന്റിയോട് മാത്രം പറഞ്ഞത്. ഞങ്ങളോട് എപ്പോഴെങ്കിലും അത് ഷെയർ ചെയ്യണമെന്ന് മോൾക്ക് തോന്നുകയാണെ മാത്രം അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ. അല്ലേടൂ, അതിനെപ്പറ്റി ചോദിക്കാനല്ല സത്യത്തിൽ ഞാനിപ്പോൾ വന്നത്. മോളോട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. വിഷയം അപ്പൂനെ കുറിച്ച് തന്നെയാ. അന്ന് അപ്പൂനെ കാണാൻ ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോൾ വി പി അങ്കിള് അച്ഛനോട് സംസാരിച്ച രീതി മോള് കണ്ടതല്ലേ? അപ്പൂൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാർ ഞാനും അശ്വതിയാണെന്നൊരു ധ്വനി വി പിയുടെ സംസാരത്തിലുണ്ടായിരുന്നു. അപ്പോഴത്തെ ആ ടെൻഷന്റെ പുറത്ത് അങ്ങനെ സംസാരിച്ചു പോയതാകുമെന്നാ ഞാൻ ആദ്യം കരുതിയത്. പിന്നീട് അതേക്കുറിച്ച് വീണ്ടും ആലോചിച്ചപ്പോൾ വി പിയും ഗീതയൊക്കെ വളരെ നേരത്തെ തന്നെ
അങ്ങനൊരു മൈൻഡ് സെറ്റിലായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചു മുമ്പ് നീ ചോദിച്ചില്ലേ അപ്പുവിനെ കാണാൻ എന്തുകൊണ്ട് ഒരു ദിവസം പോലും ഞാൻ ഹോസ്പിറ്റലിൽ വന്നില്ലാന്ന്? അച്ഛനോടുണ്ടായ പോലൊരു സമീപനം BP ഏട്ടനീന്നോ ഗീതേച്ചിന്നോ എന്നോടുണ്ടാവോന്ന് പേടിച്ചിട്ട് തന്നെയാ ഞാൻ ഹോസ്പിറ്റലിൽ വരാതിരുന്നത്. BP ഏട്ടനും ഗീതേച്ചിക്കും ഞങ്ങളോട് എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്ന് തോന്നുന്നു മാളു. ഒരിക്കലും ഇല്ല അമ്മ. അതൊക്കെ നിങ്ങളുടെ വേറെ സംശയങ്ങളാ. അതെന്തെങ്കിലും ആവട്ടെ. പറയാൻ വന്നത് ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി അവരുമായിട്ട് വലിയ അടുപ്പത്തിനൊന്നും പോകുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുക ഞങ്ങൾ. എന്ന് വെച്ച് ശത്രുതയൊന്നുമില്ല, പഴയതുപോലുള്ള അടുപ്പം വേണ്ടാന്ന് വെക്കുന്നു മാത്രം. ഇനി അങ്ങനെ മതിയെന്ന് BP എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് മോളും ഈ തീരുമാനത്തിൽ ഞങ്ങളോടൊന്ന് സഹകരിക്കണം. സഹകരിച്ചേ പറ്റൂ. അപ്പുമായിട്ട് ഇനി വലിയ ചെങ്ങാത്തവും ചുറ്റിയടിക്കലൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മാളൂന് മനസ്സിലായോ? ഇതുവരെയുള്ള സ്നേഹവും സഹകരണവും ഒക്കെ ഇവിടം കൊണ്ട് മതിയാക്കണമെന്ന്. എന്താ നീയൊന്നും മിണ്ടാത്തത്? സോറി അച്ഛാ, നിങ്ങൾക്കാർക്കും അപ്പുവിന്റെ യഥാർത്ഥ പ്രോബ്ലം എന്താണെന്ന് അറിയില്ല. ഞാനിത് നിങ്ങളോട് പറയാം, ഇപ്പോഴല്ല. എനിക്ക് കുറച്ചുകൂടി സമയം തരണം. അപ്പു ഇപ്പോൾ ഫിസിക്കലി ഓക്കെ ആയിരുന്നേ ഉള്ളൂ. അവളുടെ മനസ്സൊന്ന് നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും അച്ഛാ. അതുവരെ എൻ്റെ ഒരു പ്രസൻസ് അവൾക്ക് ആവശ്യമാണ്. നോ, അപ്പുവിന്റെ മെന്റൽ ഫിറ്റ്നസ് ഒക്കെ ഇനി അവരുടെ മാത്രം ഹെഡേക്കാ. അതിന്റെ പേര് ഇവിടുന്ന് ആരും ഇനി അങ്ങോട്ട് സഹായിക്കാൻ പോണമെന്നില്ല. അച്ഛാ, വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, മനസ്സിലായില്ലേ? ഞങ്ങൾക്കത് ഇഷ്ടമല്ല. അശ്വതി, എന്തു പറ്റി? എനിക്കറിയായിരുന്നു VPക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടാ കഴിവതും ഇതൊന്നും അറിയിക്കാതെ ഞാൻ ഒഴിഞ്ഞു കിടന്നത്. ഉറങ്ങാൻ പറ്റാത്തത് ഇന്ന് മാത്രമല്ലല്ലോ ഗീത. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഇനി അങ്ങോട്ട് അതിന് വലിയ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ശരിയാ, മാളു ഈ കാര്യം പറഞ്ഞത് മുതൽ എന്റെ മനസ്സാകെ പിടിവിട്ട് നിൽക്കുക. ചിലപ്പോ ഇതൊക്കെ അവളുടെ വേറെ തോന്നലാവുമല്ലേ? നമ്മൾ അവൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുത്തല്ലേ വളർത്തിയത്. അതിന്റെ ചില പ്രശ്നങ്ങളായിരിക്കും ഇതൊക്കെ. എന്താ ഒന്നും പറയാത്തത്? എനിക്കറിയില്ല ഗീത. എനിക്ക് അവളുമായിട്ട് സംസാരിക്കണം. എന്നാലേ എന്താണ് പ്രശ്നം എന്ന് അറിയാൻ പറ്റൂ. ഇപ്പൊ വേണ്ട, ഇപ്പൊ അതിന് ഒരുങ്ങണ്ട. അവള് വല്ലാത്തൊരു മാനസികാവസ്ഥയില്ല. VP ഇതൊന്നും തൽക്കാലം അറിഞ്ഞതായി പോലും ഭാവിക്കണ്ട. പക്ഷെ ഇങ്ങനെ എത്ര നാൾ?
നമ്മൾ ഈ ചുമടും കൊണ്ട് നടക്കും. എന്നായാലും അവളോട് ഇതിനെക്കുറിച്ച് ചോദിക്കണ്ടേ? ഒരു നിമിഷം മുൻപെങ്കിൽ ഒരു നിമിഷം മുൻപേ നമുക്ക് അവളെ അത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അത് വേണ്ടത് തന്നെയാ. പക്ഷേ ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് അല്പ ക്ഷമയാണ് ആദ്യം വേണ്ടത്. അവളൊന്ന് നോർമൽ ആകട്ടെ ആദ്യം, എന്നിട്ട് മതിയല്ല. എനിക്കറിയാം ഈ മനസ്സിപ്പോ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന്. വിഷമത്തെക്കാളേറെ പേടിയാണ് എനിക്ക്. മറ്റുള്ളവരാരെങ്കിലും ഇതൊക്കെ അറിഞ്ഞാ പിന്നെ വിജയപ്പണിക്കരും അയാളുടെ കുടുംബം ഒന്നും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആരും അറിയില്ല. മാളു ഇതൊന്നും അശ്വതിയുടെ മുരളിയോടും പോലും ഷെയർ ചെയ്തിട്ടില്ല. നോക്ക്, അപ്പുവിന് ഇതിൽ നിന്നൊക്കെ പുറത്തു വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ മാളുവിനോടൊപ്പം ഗൈനക്കോളജിസ്റ്റിനെ കാണാനും സൈക്കോളജിസ്റ്റിനെ കാണാനും ഒന്നും തയ്യാറാവില്ലായിരുന്നല്ലോ. എന്താ ആലോചിക്കുന്നത്? എത്രയോ കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന ആളാണോ ഇങ്ങനെ നിരാശപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത്? ഒന്നുമില്ല, അവള് നമ്മുടെ അപ്പുവല്ലേ. 2 ദിവസം കഴിഞ്ഞ് BP അവളോട് സംസാരിക്കുമ്പോഴേക്കും അപ്പു ഓക്കെ ആയിക്കോളും. എനിക്ക് വിശ്വാസമുണ്ട്. വാ, ഇനി ഓരോന്നും ആലോചിച്ചിരുന്ന് മനസ്സ് വിഷമിപ്പിക്കണ്ട. വന്ന് കിടക്ക്. വാ VP. എന്തൊക്കെ ഭ്രാന്ത മാളു നീ പറയുന്നത്? അപ്പു ആൺകുട്ടിയാണെന്നോ? അപ്പുവിന് ആണായി ജീവിക്കാൻ ഇഷ്ടമാണെന്നോ? എന്താ കുട്ടിക്ക് പറ്റിയത്? ഓ, കേട്ടിട്ട് തന്നെ എനിക്ക് എങ്ങനെയാ അവക്കിങ്ങനെ ചിന്തിക്കാൻ തോന്നിയത്? എന്താ ഇതൊക്കെ കേട്ടിട്ട് മുരളിയേട്ടനൊന്നും തോന്നുന്നില്ലേ? ഞാനിപ്പോ എന്തു പറയാൻ? അപ്പുന്റെ മനസ്സ് അങ്ങനെ ആയിപ്പോയി അമ്മ. അത് അവളുടെ കുഴപ്പമല്ല. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ അവൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത്രയും കാലം ഇതൊന്നും ആരോട് ഷെയർ ചെയ്യാതെ അവൾ ഒറ്റയ്ക്ക് സഹിക്കായിരുന്നു. തീരെ പറ്റാതെ വന്നപ്പോഴാ അവൾ ഇതെന്നോട് പറയുന്നത്. അവളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ബേസിക് കാരണം ഈ മനസ്സ് തന്നെയാ. എന്താ അബദ്ധം അപ്പു ചെയ്തത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവക്കിതാദ്യം നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ? മനസ്സിന്റെ കുഴപ്പമാണെങ്കിൽ ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ മുരളിയേട്ടാ? അമ്മ ഉദ്ദേശിക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നൊരു പ്രശ്നമല്ല ഇത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ അവളെയും കൂട്ടി ഗൈനക്കിനെയും സൈക്കോളജിസ്റ്റിനെയും ഒക്കെ കാണാൻ പോയിരുന്നു. പക്ഷെ അവർക്കാർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാ പറയുന്നത്. എന്നുവെച്ചാ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലെന്നാണോ? നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആർക്കും അപ്പുന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റില്ലമ്മേ. അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നോണ്ടും പ്രയോജനമൊന്നും ഇല്ലെന്ന്. ഈശ്വരാ, പിന്നെന്താ ഒരു വഴി? വഴി ഒന്നേ ഉള്ളൂ അമ്മേ. അപ്പുനെ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടുക.